എന്നാ തന്നെ ഉണ്ടാവും. എന്ത് ഇതെന്താ സാധനം? നമ്മള് ഹജ്ജിന് മുമ്പിടുന്ന സാധനമായി. ആ കണ്ടില്ലേ എങ്ങോട്ട് മാറ്റി ഒരുങ്ങിട്ട് സാധനങ്ങളൊക്കെ വേണം ഫസി. എന്ത് സാധന അപ്പൊ ബേബി ഷോപ്പിംഗ് കഴിഞ്ഞിരുന്നു കഴിഞ്ഞ ആഴ്ച. ഇനി മമ്മി ഷോപ്പിംഗ് ആണ് വരാൻ വേണ്ടി പോകുന്നത്. ഏട്ടാ ഗൈസ് ഡാഡിക്ക് മാത്രം ഒന്നുമില്ല, എന്ത് ചെയ്യാനാ? ആണോ വില ഉണ്ടാവോ? ശരി ഞാൻ പോയിക്കോട്ടോ. എന്താ വസി രാവിലെ തന്നെ കലിപ്പിലാണല്ലോ. അതിനോട് ഡോക്ടർ 15 മിനിറ്റ് വെച്ചിട്ട് 3 നേരം നടക്കാൻ പറഞ്ഞു. ഈ ഒരു നേരം പോലും നടക്കില്ല. അതാണല്ലേ പ്രശ്നം. ലുലുമാള് നമ്മളെ കോഴിക്കോട് ലുലുമാൾ എന്ന് കാണിച്ചെടുത്താ അതപ്പൊ വരും കേട്ടോ. ഐ വിൽ ഷോ യു. എത്തി അതാ കിടക്കണം. ഈ ലുലുമാൾ ഓപ്പൺ ആവാണെങ്കിൽ ഇവിടെ നിന്ന് കുറച്ച് പർച്ചേസ് ചെയ്യായിരുന്നു, പക്ഷെ ഓപ്പൺ ആയിട്ടില്ല. ഈ സൈഡിൽ കൂടെ കാണിച്ചു. എന്നാലും അത് ഓപ്പൺ ആയതിനു ശേഷം നമുക്ക് പർച്ചേസ് ചെയ്താലോ? പക്ഷെ തീരെ വലുതല്ല കേട്ടോ, ചെറിയ ലുലുമാളാ. അല്ലേ കുറച്ചുകൂടി വലുപ്പം കൂട്ടാ. ഏറ്റവും ചെറിയ മാളാ അത്. ഞാൻ എഴുതി വെച്ച സാധനങ്ങളൊക്കെയാണ് ഇതൊക്കെ. നിങ്ങൾ നോക്കിയാൽ മതി. ഞാൻ അത് ഉമ്മനോട് കുറച്ച് സാധനം ചോദിച്ചു, കുറച്ച് യൂട്യൂബിൽ നിന്ന് എടുത്ത് അങ്ങനെ സെറ്റ് ചെയ്തതാണ്. അതല്ലേ ഞാൻ കുറച്ച് വെട്ടുന്നുണ്ട്. അത് അസ്കാക്ക് നിർബന്ധാണല്ലോ, വാജിബാ. അനാവശ്യമായിട്ട് സാധനങ്ങൾ മേടിച്ചു കൂട്ടി മൂലക്കലിടാന് ഇവള് കഴിഞ്ഞ ലോകത്ത് തന്നെ ഒരാളുള്ളൂ. പല സാധനങ്ങളും പല വിലകളും എടുത്ത് വാങ്ങും, എന്നിട്ട് 2 ദിവസം ഉപയോഗിച്ചിട്ട് അവിടെ ഇടും. എനിക്ക് ഒരു മണക്കൂജ വാങ്ങി തരുമോ വീട്ടിൽ പോകുമ്പോ? ഓൾറെഡി ഒരു മണക്കൂസ് സത്യാണ്, ഞങ്ങൾക്ക് ഒരു മണക്കൂജിയും കൂടി വേണം. മണക്കൂജത്തെ വെള്ളം കുടിച്ചാൽ കുട്ടിക്ക് നല്ല തണുപ്പിട്ടു. നല്ല മനോഹരമായിട്ടുള്ള സിറ്റി മിംസ് ഹോസ്പിറ്റൽ എത്തി. ഫസ്കാക്കനെ അങ്ങോട്ട് കയറ്റിയത്. അതെ നമ്മള് ഫസ്റ്റ് കാണിച്ചത് ഇവിടെ കേട്ടോ മിംസിലേന്. പിന്നെ നമ്മള് മറ്റോടത്തേക്ക് മാറ്റി. എന്താ അതിന്റെ ഇടയിൽ ഒരു കൊറോണ ഒക്കെ വന്ന്. കൊറോണ അല്ല നിപ്പ വന്ന്. അപ്പൊ പിന്നെ കൊറേ ക്രൗഡഡ് ആയതുകൊണ്ട് നമ്മൾ അവിടുന്ന് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ചാടി. വലിയ വ്യത്യാസമില്ല. അതേ വിചാരിച്ചു മറ്റേ ഹോസ്പിറ്റല് അത് പ്രസവത്തിനായിട്ടുള്ള ഹോസ്പിറ്റൽ അല്ലേ? ഗൈസ് ഏതൊരു ഷോപ്പ് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒന്ന് കേറി അലക്കാം അല്ലേ? ആവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രം മേടിക്കാം. ബിക്കോസ് ഞാൻ ഒരു സ്ഥലം വരെ പോകുന്നുണ്ട്, അവിടെ നിന്ന് വരുമ്പോ കുറച്ച് സാധനങ്ങൾ കുട്ടിക്ക് വാങ്ങുമ്പോ എനിക്ക് വാങ്ങുമ്പോ ഭയങ്കര അല്ല കുട്ടി ഇവിടെ പർച്ചേസ് ചെയ്യാൻ ഇല്ലല്ലോ, അതിനുകൊണ്ടാണ്. ഇതൊന്നും പറഞ്ഞില്ലെങ്കിലല്ലോ സീൻ അങ്ങക്ക് അറിയില്ല അവളെ സ്വഭാവം, അതിനെ കൊണ്ടാണ് നിങ്ങളെല്ലാരും എന്നെ കുറ്റപ്പെടുത്തുന്നത് അല്ലേ? ഇവ പ്രസവിക്കണില്ലല്ലോ. ഇവള് ഊട്ടി പോണ എന്തിനാന്നറിയാം? എല്ലാരും എന്തിനാ ഊട്ടി പോണ? റിസോർട്ട് പോയിട്ട് തണുപ്പുള്ളതിനും പിന്നെ അവിടെ കുറച്ച് ചുറ്റിക്കറങ്ങാനല്ലേ. ഇവളെന്തിനാ അവിടെ പോണേ? ഷോപ്പ് ചെയ്യാൻ. ഊട്ടിന്ന് ഷോപ്പ് ചെയ്യും ആരെങ്കിലും. അതായത് ഇവിടെ സിറ്റിന്ന് കൊണ്ടുപോയിട്ട് മലന്റെ മുകളിൽ കൊണ്ടുവരുമ്പോ പൈസ കൂടും സാധനത്തിന്, അത് ഇവൾക്ക് അറിയില്ല. അതായത് നമ്മളെ ഹൈ റേഞ്ചിൽ എപ്പോഴും വില കൂടുതലായിരിക്കും. ഇപ്രാവശ്യം നീ വാങ്ങാത്തതുള്ളൂ, ബാക്കി എല്ലാ സമയത്തും ഇവിടെ ഊട്ടി പോകുമ്പോ ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട്. ഏതെങ്കിലും സെലക്ട് ചെയ്തോ? ഇപ്പൊ മാക്സി സെലക്ട് ചെയ്തോണ്ടിരിക്കാണ്. ഫീഡിങ് മാക്സിയാ. ഇവിടെ സിബ് ഉണ്ടാവും അല്ലേ? 2 ഭാഗത്തുണ്ട്. ഓക്കെ ഇത് നൈസാ. കുറെ നേരമായി സെലക്ട് ചെയ്യുന്നു. നമ്മൾ ഹോസ്പിറ്റലില് അഡ്മിറ്റ് ഒക്കെ ആവുന്ന സമയത്ത് അങ്ങനെ ഫസ്റ്റത്തെ 2 ദിവസം നമ്മള് നിക്കൂലേ, അപ്പൊ അങ്ങനത്തെ ഫുള്ള് ഓപ്പൺ ആക്കാൻ വേണ്ടിട്ടാ, എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിട്ടോ. കിടച്ചാ മാക്സി കിടച്ചില്ലേ? വേണോ? ഓക്കെ അത് ലൈറ്റ് എത്തണം. ഇതുണ്ടോ ലൈറ്റ് എത്തി? ഒന്നും അറിയില്ലല്ലേ, കുട്ടികൾ കളിക്കുന്ന സാധനങ്ങളാണ്. എന്താണ് ഇവിടെ നിന്ന് 2 മാക്സി വാങ്ങിക്കാനും. ഷോപ്പ് ചെയ്യുമ്പോ അങ്ങനെ അല്ലേ? അത് കറക്റ്റ്. ഈ ഷോപ്പ് ചെയ്യുമ്പോ എങ്ങനെയാണെന്നറിയാം, ഇതേപോലെ ഒന്ന് വെച്ചാ ഇതേപോലെ ഈ ഷോപ്പ് ചെയ്യുമ്പോ ഇവിടെ ഒന്നും സാധനം കിട്ടിട്ടോ. ഓക്കെ മാക്സ് കിട്ടിയാലോ ഈ പീടിയ നമുക്ക് അടുത്ത പീടിയ പോവാം. ഓക്കെ വേണല്ലേ? ഓക്കെ ഗൈസ് ഓക്കെ. എന്താ മാക്സിയുടെ കച്ചവടം എടുക്കാൻ പോവാണോ? അല്ലാന്നേ എനിക്ക് ഇനി നിക്കാലം മൊത്തം ഇനി ഇത് തന്നെ ഇടാൻ പറ്റുള്ളൂ, വേറെ ഒന്നും ഇടാനില്ല. ഓക്കെ എന്തായാലും മാക്സി കൂടി ഇനി വാങ്ങാം അല്ലേ? ഒരു മാക്സി കൂടി വാങ്ങാം. ഇങ്ങനത്തെ ഡ്രസ് വേണം. ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ വേണോ? ഓ ഇങ്ങനത്തെ ഡ്രസ് ഹോസ്പിറ്റലിൽ പോകുമ്പോ എനിക്ക് കണ്ണാടി വെച്ച് പോകാനുള്ള
കണ്ണാടിയോ? കൂളിംഗ് ഗ്ലാസ് വേണം എനിക്ക്. കൂളിംഗ് ഗ്ലാസ് നിന്നെ കണ്ണാടി പോയി കണ്ണ് ഓപ്പറേഷൻ ആണ് അവിടെ പോണേ ഹോസ്പിറ്റലില്? എനിക്ക് മറ്റേ ഹോസ്പിറ്റലിൽ സിംഗപ്പ് എന്തായിരുന്നു പോവാന്. പിന്നെ കരിയുമ്പാരും കാണൂല്ലോ. ഇനി അടുത്ത മാക്സ് എടുക്കാൻ വേണ്ടി അടുത്ത ഷോപ്പിൽ വന്നു അല്ലേ ഹിബ? നമ്പർ 2. അല്ല അന്ന് ബേബിക്ക് പർച്ചേസ് ചെയ്ത് ഹിബക്ക് പർച്ചേസ് ചെയ്തില്ല പറഞ്ഞിട്ട് ഹിബക്ക് ഭയങ്കര ദേഷ്യമൊക്കെ പിടിച്ച്. അതിനെക്കൂടെ ഇനി ഹിബക്ക് കൂടി പർച്ചേസ് ചെയ്യാം. ഇവിടെ കുറേ ഫീഡിങ് ബോട്ടിൽ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. അന്ന് നമ്മൾ വേറൊരു ചലഞ്ച് ചെയ്തില്ലേ, അപ്പം നമ്മൾ ഫീഡിങ് ബോട്ടിൽ വാങ്ങി അല്ലേ ഹിബ? അത് ഞാൻ ബുദ്ധിക്ക് കളിച്ചു. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? കൺഫ്യൂഷൻ ആയോ മാക്സ് എടുക്കാൻ? ഇല്ലല്ലോ. വാഷ് ചെയ്യുമ്പോ ചുരുങ്ങി ചെറുതാവും. ഈ ചെറുതാണെങ്കിൽ ഇവരെന്താ പറയാന്നറിയോ, വാഷ് ചെയ്താ വലുതാവുന്നു അല്ലേ? ഞാൻ വെറുതെ പറഞ്ഞ തമാശ. കൊള്ളാം, തമാശക്കാരനാ. എങ്ങനെയുണ്ട് ഗൈസ്? ഒരു മാക്സ് എടുക്കാനുള്ള നമ്മളെ ഹിബന്റെ സെലക്ഷൻ പവർ നോക്ക്. ഒരു 2 മാക്സ് എടുക്കാൻ വേണ്ടി ഒരു 2 മണിക്കൂറിൽ ഒരു സെർച്ച് ചെയ്യും. ഇത് കല്യാണത്തിന് പോകാനല്ല നമ്മൾ സെലക്ഷൻ ചെയ്യുന്നത്. ഏതെങ്കിലും 2 എടുത്താൽ പോരെ, ഹോസ്പിറ്റലിലേക്ക് ഇടാനല്ലേ. ഹിബ ഈ പീഡിയ ഉദ്ഘാടനം ചെയ്ത് ആരാന്ന് കേട്ടില്ലേ? ഹണിറോസാണ് ഉദ്ഘാടനം ചെയ്ത പീഡിയ ആട്ടത് അല്ലേ? അടിപൊളി. അതിനടി ഒരു 3-4 മാക്സ് എടുത്തോ. അതുകൊണ്ട് കറി അപ്പത്തെ 2 പ്ലസ് ഇപ്പത്തെ 3. അപ്പൊ എത്ര എണ്ണമായി? 5. അപ്പൊ 5 മാക്സി ആയിട്ടോ. 5 മാക്സി ഒക്കെ എടുക്കും ആൾക്കാർ ഇവിടെ വന്നിട്ട്. ഇവിടെ നിർത്തിയാ മതി. എല്ലാം ഇവിടെ നല്ല കച്ചവടാ. അതിലും കൂടുതൽ എടുക്കുന്നൊക്കെ ഞാൻ പറഞ്ഞു അതൊക്കെ മതി എന്നൊക്കെ പറയായിരിക്കുന്നു. ഗൈസ് ഈ ബേബി ആൻഡ് മദറിന്റെ സാധനങ്ങൾ എന്ന് പറഞ്ഞാല് നമ്മൾ വിചാരിച്ച പോലെ അല്ല കേട്ടോ. എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. ഹിബ അത് വാങ്ങാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായത്. ഇവ ലിസ്റ്റ് ഇട്ട് വെച്ചിക്കണേ, 3-4 പേപ്പറിൽ ലിസ്റ്റ് ഇട്ട് വെച്ചിക്കണം സാധനങ്ങൾ വാങ്ങാനുള്ള. അത്രയും സാധനങ്ങൾ ആവശ്യമുണ്ട് കേട്ടോ. ഈ കൊട്ട ഉണ്ടല്ലേ, ഇത് സാധാരണ കൊട്ടല്ലേ. ഇതിന് പകരമായിട്ട് ഇപ്പം നല്ല സ്റ്റൈലായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. കണ്ടതാ ഇതേപോലത്തെ കണ്ടില്ല? ഈ സാധനങ്ങൾ കണ്ടില്ല? ഇതാണിപ്പം. പണ്ട് നമ്മളെല്ലാം കിടക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് കൊട്ടരല്ലേ ഇടാ. ഇപ്പം കണ്ടില്ല ഇങ്ങനത്തെ നല്ല സ്റ്റൈല് സാധനങ്ങളാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. ചേച്ചിക്കൊക്കെ അറിയാം. എന്റെ ലിസ്റ്റ് ഞാൻ എടുത്തിട്ടല്ല ഒക്കെ എനിക്ക് പറഞ്ഞു തന്നെ. അതില് നല്ല അറിവുണ്ട്. അതന്നെ. അപ്പൊ ഇതുവരെ നമ്മള് ഇങ്ങനെ പോയ സ്ഥലത്തും ഇത്രക്കും ഒരു സാധനം വാങ്ങി കഴിഞ്ഞ് അടുത്ത സാധനം വാങ്ങിപ്പിക്കാനുള്ള കഴിവ് ഈ സെയിൽസ് ഗേളിനുണ്ട്. അതാണ് ഇതിന്റെ ഏറ്റവും നല്ല ക്വാളിറ്റി. മല്ലുമുണ്ട്. പിന്നെ ഹിബ നൈസായിട്ട് വേറൊരു ചേച്ചി വിളിക്കുന്നുണ്ട്. ഇവിടെ എത്ര വയസ്സ്? ഹിബക്ക് ഇവളെക്കാണ്ടി വയസ്സുണ്ട്. ഒക്കെ എന്താണോ നിങ്ങൾ പറയുന്നത് അത് തന്നെ എടുക്കും. പിന്നെ ഇത് വേണം, പാന്റ് വേണം, ലൂസുള്ള അരവണ്ണം അഡ്ജസ്റ്റ് ചെയ്തിട്ട്. എന്തിനാ? അത് നമുക്ക് വേണമെങ്കിൽ ഡ്രസ്സിന്റെ നൈറ്റിന്റെയും ടോപ്പിന്റെ കടിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന പലാസോ പാന്റോ. അതായത് ഇപ്പൊ സി സെക്ഷൻ ആണെങ്കിലും ഒക്കെ അരവണ്ണം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഷോള് വരുന്നുണ്ട്. അത് എനിക്ക് അറിയുന്ന കേട്ടോ. ഒന്നും അറിയില്ല, വെറുതെ പറഞ്ഞത്. എനിക്കറിയില്ല. ഇങ്ങനൊക്കെ അത് നമ്മൾ പാക്ക് ചെയ്ത് വെച്ചതാണ്. അയ്യോ എനിക്ക് ഇങ്ങനത്തെ ഒന്നും വേണ്ട. എനിക്ക് ഇങ്ങനത്തെ ഗ്ലൈസിംഗ് ഒന്നും വേണ്ട. അല്ല വേറെ ഉണ്ട് മോഡൽ കാണിച്ചാൽ. ജസ്റ്റ് ഇങ്ങനെ ഉണ്ടാവാന്ന് ഉദ്ദേശിച്ചത്. എനിക്ക് ഇതൊന്നും വേണ്ട. എനിക്ക് ഇങ്ങനത്തെ ഒന്നും വേണ്ട. എനിക്ക് സാധാ ചോള മതി. എന്ത് ഇതെന്താ സാധനം? നമ്മള് ഹജ്ജിന് മുമ്പ് ഇടുന്ന സാധനമായി. നോർമൽ ഷോൾ ആയിട്ട് ഇട്ടിട്ട് ഫീഡിങ് സമയത്ത് മാത്രം തലയിൽ എടുക്കുന്നു. പക്ഷെ ഇതിനേക്കാളും കംഫർട്ടബിൾ ഇത് ഞാൻ കാണിച്ചെടുക്കാം. നോർമൽ ഷോൾ ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് തലയുടെ ഉള്ളിൽ കൂടെ കണ്ടില്ല ഇങ്ങനല്ലേ? അങ്ങനെയാണ് ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പൊ പ്രശ്നമില്ല, അവിടെ പിടിച്ച് തിരിച്ചാൽ ഇത് ബസ്കാക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അടിപൊളി. ദുൽഖർ സൽമാൻ ഇടുന്ന സാധനമാണ്. നിങ്ങളിത് ഡിസ്കൗണ്ട് ചെയ്തോ? മലയാളിനോട് പറയും. താങ്ക് യു. ഓക്കെ എന്നാ ശരി, ബൈ. ഓക്കെ, താങ്ക്സ്. അടിപൊളി ഗൈസ്. അപ്പൊ എന്തായാലും ഇവിടുത്തെ കസ്റ്റമർ സർവീസ് കൊള്ളാം അല്ലേ? ആ പെണ്ണ് കൊള്ളാം അല്ലേ?
അപ്പൊ എന്തെങ്കിലും നമുക്ക് വിടാം. ഇനി അടുത്ത് എന്താ വാങ്ങാനുണ്ടോ? ഇനിയും ഉണ്ട് അല്ലേ? ചേസിങ് ഒക്കെ പകുതിയായപ്പോ നല്ല വിശപ്പ്. അപ്പൊ നമ്മളെ പണ്ടത്തെ സാഗർ ഹോട്ടലിലേക്ക് കയറാൻ വിചാരിച്ചു. ഇപ്പൊ സാഗർ ഹോട്ടലിൽ കയറാൻ പറഞ്ഞു. എന്തായാലും ഇനി ഫുഡ് കഴിച്ചിട്ടാക്കാം ബാക്കി പരിപാടി. ഇപ്പൊ എന്നോട് ഫാമിലി ഡ്രസ്സ് വാങ്ങി തരില്ല പറഞ്ഞു. തിന്നോ ഇപ്പൊ ഫസ്റ്റ് തന്നെ പായസം കുടിക്കട്ടെ. ചോറ് കിട്ടിയാല് അത് അവളെ സ്വഭാവം. ഇപ്പൊ മീൽസ് രണ്ടാമത് ഇടുന്ന ആകെ ഒരു ഹോട്ടലിൽ ഇത് മാത്രമായിരിക്കും അല്ലേ? സത്യം ഞാൻ പറയാൻ വരേനു. ഒടുക്കത്തെ ടേസ്റ്റ് ഉണ്ട് അവിടെ മീൽസിന്. എന്താണെന്നറിയില്ല, ഒരു പ്രത്യേക തരം ടേസ്റ്റ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീൽസ് ഏതാ ചോദിച്ചാൽ അത് സാഗർത്തെ മീൽസാണ്. ഭയങ്കര ടേസ്റ്റാണ്. പണ്ടത്തെ നമ്മുടെ തറവാട്ടിലേക്ക് പോയാൽ വല്യമ്മമാരുണ്ടാക്കി തരുമല്ലോ, ആ ഒരു ടേസ്റ്റാണ് അല്ലേ? ഇപ്പം വലിയ മറ്റേ ഐറ്റംസും സംഭവങ്ങളൊന്നുമല്ല, പക്ഷെ നമ്മളെ പണ്ടത്തെ വല്യമ്മമാരെ ആ ഫുഡിൻ്റെ ടേസ്റ്റ് നല്ല രസമാണ്. ഇവിടെയുള്ള മീൻകറിയിൽ ഇഷ്ടം പോലെ മീൻകണ്ട ഉണ്ടാവും. നമുക്ക് വേറൊരു ഹോട്ടലിൽ ഇത്ര മീൻകണ്ടം കിട്ടാറില്ല സാധാരണ അല്ലേ? എപ്പം കിട്ടില്ല മീൻകണ്ടം ഗായ്സ്. അപ്പോൾ ചോറൊക്കെ തിന്ന് നല്ല കിടില് അടിപൊളി ചോറായിരുന്നു. പണ്ടത്തെ വല്യമ്മനെ ഓർമ്മയായി പോയി. അപ്പോൾ നൊസ്റ്റാൾജിക് വല്യമ്മമാരെ താല്പര്യമുള്ളവർ അവിടെ പോയി ചോറുന്നാല് കറക്റ്റാ ടേസ്റ്റ് കിട്ടും. ഞാൻ വെറുതെ പറയല്ല, ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കും അല്ലേ ഹിബ? അതൊക്കെ ഓർമ്മ പറ്റില്ല ആ സെയിം സാധനം. ആ അതെ. പിന്നെ ഇനിയിപ്പോ നമ്മളെ പരിപാടി എന്താ വെച്ചാല് ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ഇപ്പൊ എല്ലാവർക്കും രണ്ടാൾക്കും എനർജി ആയില്ലേ ഹിബ? അതെ, നടക്കണം. അതെ ഹിബ, നടക്കാനല്ല, അതെ നടക്കണം, ദഹിക്കണം. അതിനെക്കൊണ്ട് ഞാൻ ഹിബക്ക് ഡ്രസ്സ് വാങ്ങി കൊടുക്കാൻ വേണ്ടി പോവാണ്. ഇനിയിപ്പോ കൊറേ നടക്കാം. ഇനിയിപ്പോ അത് കഴിഞ്ഞാൽ ചായയും കടിയൊക്കെ തിന്നേണ്ടി. പിന്നെ വിശക്കുമല്ലോ, ഹിബന്റെ ഒപ്പരാണല്ലോ നടക്കാൻ പോണേ. ആൾക്കാർക്ക് ചോദിക്കണോ സോളോ ട്രിപ്പ് ഉണ്ടോ? ഞാൻ സോളോ ട്രിപ്പ് ഒന്നും പോണില്ല, ഫ്രണ്ട്സാണ് പല ട്രിപ്പ് പോണേ. കൊഞ്ചം സീരിത്താൻ കൊഞ്ചം എന്നെ ഇരുപ്പ നീ 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 അമ്മ അമ്മമ്മ ഇവ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ ദുബായ് ട്രിപ്പ് പോകും. ഞാൻ ദുബായ് പോവാ. ഇനി കുട്ടിയൊക്കെ ആയില്ല, ഞാൻ ഈ യൂട്യൂബൊക്കെ നിർത്തി ദുബായിൽ പോകാൻ വേണ്ടി പോവാണ്. ഇങ്ങനെ കളിച്ചാലൊന്നും പറ്റൂല. ദുബായിൽ ജോലിയൊക്കെ ഐ വിൽ ഗോ ടു ദുബായ് ഫോർ ജോബ്. മാക്സിൽ പോയാലേ ഹിബ, അവിടെ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോളേ മാക്സ് പണ്ട് പഠിച്ചില്ലേനോ? ഇത് കൂട്ടാനെ ആ മാക്സ് മറന്നു പോകരുത് കേട്ടോ. ഈ മാക്സ് മാത്രമായി പോയി. എന്തൊരു ചളിയാണ്. മുരുകൻ വേട്ട തുടങ്ങി മക്കളെ. മുരുകൻ വേട്ട തുടങ്ങി. ഇവ രശ്മിക മന്ദന എയർപോർട്ടിലേക്ക് കിട്ടുന്ന സാധനം നോക്ക്, കണ്ടോ ഗൈസ്? ഈ സാധനമാണ് സിനിമാ നടിമാരെ എയർപോർട്ടിലേക്ക് ഇടാം. ഇവ പിന്നെ മറ്റേ അരിക്കോട് ബസ് സ്റ്റാൻഡിൽ മാത്രമേ പോകുള്ളൂ. അതിനെക്കൊണ്ട് പിന്നെ സീനില്ല. ഇവക്ക് അതിൻ്റെ ആവശ്യമില്ല. എന്താ ഇവ സൂപ്പർ സാധനം, കിടിലം, കളർഫുള്ള്. ഇതാണ് ഫസ്റ്റത്തെ ഡ്രസ്. ഹിബക്ക് ഒരു ചെരുപ്പ് എടുക്കാൻ വേണ്ടി വന്നാട്ടോ. നോക്കി അവിടെ ആക്കി കൊടുത്ത്. ഇവിടെ ഒറ്റ ചെരുപ്പില്ലേ ഇന്നലത്ത്. ഒക്കെ ഹിബ ചെയ്തതാ, ബില്ലൊക്കെ അല്ലേ. അപ്പം ഇത്രയും സാധനങ്ങൾ എടുത്ത് കഴിഞ്ഞിട്ടോ ഇതെടുത്ത് ഇതെടുത്തില്ല. ഇത് മാത്രം മതി. എന്താണ് പെട്ടെന്ന് മൂഡ് സ്വിങ് വന്നാണ്. എനിക്കറിയില്ല, ഡ്രസ്സ് വേണ്ടെന്നായി. അടച്ചാനറിയാം. കവർ വാങ്ങിയില്ല. നമ്മൾ കവർ വാങ്ങില്ലല്ലോ. നോക്കി എങ്ങനെയുണ്ട് കാണാന്? ഒരു സിംഹത്തിനെ പോലല്ലേ അവനെ കാണാന്. തുറക്ക്. എന്താ കളിക്കണേ? തുറക്ക്. ഇതിന്റെ മേലെ കളിക്കരുതേ. എന്ത് ഞാൻ സഹിക്കും, കാരണം മേലെ കളിക്കരുത്. അത് മാത്രം എനിക്ക് ഇഷ്ടമല്ല. വെറുതെ അങ്ങോട്ട് ആട്ടി കളിക്കാൻ പറ്റില്ല. എന്നാ പിടി. ആളെ കുറെ സാധനങ്ങൾ. മിക്കവാറും ഞാൻ ഗൾഫിലേക്ക് തന്നെ പോകേണ്ടി വരും. ഈ ഇന്ന മറ്റേ ഇത് ആ അറബിക്കഥയുള്ള ശ്രീനിവാസനാക്കോ മോളെ? എന്തൊരു കഷ്ട.
ഗായ്സ്, അപ്പോ അങ്ങനെ ഇന്നത്തെ മമ്മി ഷോപ്പിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. അതായത് ഇന്നത്തെ ഉമ്മയുടെ ഇന്നത്തെ ഹിബയുടെ ഷോപ്പിംഗ് ആണ് കഴിഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് തന്നെ എന്താ ഹിബ? മമ്മി ഇത് ഹവായ ഉണ്ട്. മമ്മി, നിങ്ങളൊക്കെ ഈ ഗർഭിണിയായിട്ട് നിൽക്കുന്ന സമയത്ത് ഏത് ഹവായ യൂസ് ചെയ്യല്? ഇങ്ങനത്തെ അല്ലല്ലോ, എന്റെ പ്രീമിയറിന്റെ ഹവായി അല്ലേ? അല്ല, റബ്കോന്റെ ഹവായി അല്ല. ഇത് നോക്കി, മാക്സി നോക്കി, അടിപൊളി. മമ്മി മാക്സി ലവർ ആട്ടോ. ഇത് മെറ്റാനിറ്റി മാക്സി ആണ്. ഓക്കെ, ഇത് മെറ്റാനിറ്റി പാഡ് ആട്ടോ. ഇതൊക്കെ ഗർഭിണികൾക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ്. എല്ലാരും നോക്കി വെച്ചോ. ഇത് മാക്സി അല്ല, ഇത് ഓൾക്ക് ഒരു ടോപ്പ് എടുത്താ. പലക്കെ എന്താണ് അടുത്ത മാക്സി? ഇതാ കോളറിലെ മാക്സി. അടുത്ത മാക്സി ഇതാ അടുത്ത മാക്സി കണ്ടോ? ഇതാ അടുത്ത മാക്സി. ഒന്നാണ് ഈ ഉമ്മക്കൊക്കെ കൊടുത്തേക്ക്. ഉമ്മക്ക് അതിന് മെറ്റാണിറ്റി എന്തിനാല്ലേ ഇനി? ബ്രോഡാഡി ഉള്ള പോലെ ആവോ? ഇല്ലല്ലോ, അതൊന്നും ആവൂല. ഇതെന്താ സാധനം? ഓക്കെ, പിന്നെന്താണ്? രണ്ട് മുണ്ട്. ഇതൊരു ഷോള്. ഇത്രയും സാധനം മേടിച്ചതിന് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു എത്ര ഉണ്ടാവും? ഒരു 500 ഒരു 8 റുപ്യേന്റെ അടുത്തായിട്ടുണ്ടാവും അല്ലേ? ഇത്രയും സാധനങ്ങൾക്ക് 8,000 റുപ്യായി. അല്ല, ഈ സാധനങ്ങളൊക്കെ നല്ല ക്ലോത്ത് ആവും. അതിനെക്കൊണ്ട് എത്ര പൈസ ആണ് തോന്നുന്നു കുട്ടികള് ഉമ്മമാരുടെ സ്ഥാനത്തിന് അല്ലേ? ബേബി ഷോപ്പിംഗും കഴിഞ്ഞ് മമ്മി ഷോപ്പിംഗും കഴിഞ്ഞ് അല്ലേ? ഇനി നമുക്ക് അമ്മായിമ്മ ഷോപ്പിംഗ് ഒക്കെ വരുന്നുണ്ട് അല്ലേ? ഇനി എന്താ ചെയ്യാ, ഉമ്മാമാന്റെ ഷോപ്പിംഗ് ഒക്കെ വരുന്നുണ്ട്. അമ്മയൊക്കെ ഇവിടെ നിക്കുന്നുണ്ട്. അടുത്ത മരുമക്കള് വേണ്ടിട്ട് കാത്തിക്കാണ്. ഫലക്ക് ബേബി വരാൻ വേണ്ടി കാത്തിക്കാ. ഇഷ്ടാണോ? ഒരപ്പം എടുത്താള് ബേബിക്ക്. ഫലക്ക് ബേബിക്ക് അപ്പം കൊടുക്കൂട്ടോ. കണ്ട, ഗുഡ് ഗേൾ. ഇവ സംഭവങ്ങളൊക്കെ കഴിഞ്ഞല്ലോ. നീ ഇവക്ക് എന്തൊക്കെയോ ചുരിദാർ വേണമെന്നൊക്കെ പറയുന്നുണ്ട്. നോക്കി നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ എന്തായാലും കേസ് തരുന്നത് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാം, ബെല്ലൈക്കൺ. ഇവക്ക് വെയ്യട്ടോ, അതാണ് ഇങ്ങനെ പറയാൻ. അപ്പൊ എന്തായാലും കേസ് നമ്മൾ അടുത്ത വീഡിയോ ഇരിച്ചു.